ലക്ഷ്മീദേവിയും ജ്യേഷ്ഠാദേവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർ എങ്ങനെ ചോറ്റാനിക്കരയിലെത്തി എന്നതിനെക്കുറിച്ചുമുള്ള കഥ വളരെ രസകരമാണ്. പുരാണങ്ങളനുസരിച്ച് പാലാഴി മഥനവേളയിലാണ് ലക്ഷ്മീദേവിയും ജ്യേഷ്ഠാദേവിയും ആവിർഭവിച്ചത്. പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം ഉയർന്നുവന്നത് ദൗർഭാഗ്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദേവിയായ ജ്യേഷ്ഠാദേവിയായിരുന്നു. അതിനുശേഷമാണ് ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മീദേവി ഉയർന്നുവന്നത്. അതുകൊണ്ടുതന്നെ ലക്ഷ്മീദേവിയുടെ മൂത്ത സഹോദരിയായാണ് ജ്യേഷ്ഠാദേവി അറിയപ്പെടുന്നത്. ഒരിക്കൽ ലക്ഷ്മീദേവിയും ജ്യേഷ്ഠാദേവിയും കൂടി ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. സഞ്ചാരത്തിനിടയിൽ ജ്യേഷ്ഠാദേവിക്ക് അതിയായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. എന്നാൽ ദാരിദ്ര്യത്തിന്റെ ദേവിയായ ജ്യേഷ്ഠയെ ഒരിടത്തും ആരും സ്വീകരിച്ചില്ല. സഹോദരിയുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ലക്ഷ്മീദേവി ചോറ്റാനിക്കരയിലെ മനോഹരമായ പവിഴമല്ലിക്കാവിൽ, അതായത് ഇന്നത്തെ കീഴ്ക്കാവ് പ്രദേശം എന്നറിയപ്പെടുന്ന ഇടത്ത് ജ്യേഷ്ഠയ്ക്ക് ഇരിക്കാൻ ഇടം നൽകി. തന്റെ കൂടെ സഹോദരിയുണ്ടെങ്കിലും തന്റെ ഭക്തരെ ജ്യേഷ്ഠ ബാധിക്കരുതെന്ന് ലക്ഷ്മീദേവിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ ലക്ഷ്മീദേവി ഒരു വ്യവസ്ഥ വെച്ചു. ജ്യേഷ്ഠാദേവിക്ക് അവിടെ വസിക്കാം, ഭക്തർ അർപ്പിക്കുന്ന വഴിപാടുകളുടെ ഒരു ഭാഗം ഭക്ഷണമായി സ്വീകരിക്കുകയും ചെയ്യാം. എന്നാൽ മേൽക്കാവിൽ വന്ന് എന്നെ വണങ്ങുന്ന ഭക്തരുടെ മേൽ ജ്യേഷ്ഠയ്ക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല, അവർക്ക് ഐശ്വര്യം മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു ആ വ്യവസ്ഥ. ചേട്ടാഭഗവതിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ആ പ്രദേശത്തിന് ചേട്ടാനിക്കര എന്ന് പേരുവന്നതെന്നും അത് പിന്നീട് ചോറ്റാനിക്കരായി മാറിയെന്നുമാണ് വിശ്വാസം. സാധാരണയായി ദാരിദ്ര്യത്തെയും ദോഷങ്ങളെയും ഭയന്ന് ആരും ജ്യേഷ്ഠാദേവിയെ ആരാധിക്കാറില്ല. എന്നാൽ ചോറ്റാനിക്കരയിൽ ഭക്തർ കീഴ്ക്കാവിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് തങ്ങളെ ബാധിച്ചിട്ടുള്ള ദോഷങ്ങളെയും ദാരിദ്ര്യത്തെയും അവിടെ ഉപേക്ഷിക്കാനാണ്. മേൽക്കാവിലെ ദർശനത്തിലൂടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും നേടുന്ന ഭക്തൻ കീഴ്ക്കാവിലെത്തുമ്പോൾ തന്നെ ബാധിച്ചിട്ടുള്ള സകല ചേട്ടകളെയും അവിടെ ഉപേക്ഷിച്ച് ശുദ്ധനായി മടങ്ങുന്നു എന്നതാണ് ഈ ഐതിഹ്യത്തിന്റെ സാരം. അതുകൊണ്ടാണ് ജ്യേഷ്ഠാദേവിയുടെ കഥ ചോറ്റാനിക്കരയിലെ ദർശനക്രമവുമായി ഇത്രയധികം ഇഴചേർന്നു കിടക്കുന്നത്.